നമ്മൾ ഈ കൊടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന പോലത്തെ ഒരു രസമുള്ള റെസ്റ്റോറൻ്റ് ആണ്. അതാണ് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വണക്കം, ദിസ് ഇസ് ട്രാവ്ക. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്തെ BMW ബൈക്കിൻ്റെ ഷോറൂമിൻ്റെ മുന്നിലാണ്. രാവിലെ സമയം ഇപ്പോൾ 6 മണിയാണ്. ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് പോവുകയാണ്. BMWൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ്. ഇപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് ഒരു 100 കിലോമീറ്റർ മാറി തെന്മല കഴിഞ്ഞ് റോസ്മല എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ BMWൻ്റെ കൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് പോകുന്നത്. അപ്പം രാവിലെ നമ്മളെല്ലാവരും വന്നിട്ട് അസംബിൾ ചെയ്തു. അപ്പോൾ ഇവിടെ 3 ടൺ R ഉണ്ട്, അപ്പുറത്ത് 3 ടൺ GS ഉണ്ട്. പിന്നെ ഇതാണ് നമ്മൾ ആ ഒരു ഷോറൂം കേട്ടോ. EVM ഓട്ടോക്രാഫ്റ്റിൻ്റെ BMW കാറിൻ്റെ ബൈക്കിൻ്റെ ഷോറൂമാണ്. അകത്തൊരു വെടിച്ച് ലൈറ്റ് ഒരു പോകണം, ഞാൻ കാണിച്ചു തരാം. ഒരു പൊളി ഐറ്റമാണ് അകത്തിരിക്കുന്നത്. ഇവിടെ ഒരു അഡാർ റേറ്റ് വരുമ്പോണ്ട് S1000 RR. ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് മോനെ, പൊള്ളിയാണ് കേട്ടോ, വിഷയം വണ്ടിയാണ്. S1000 RR നോക്കിയേ. പിന്നെ ഇവിടെ ഒരു GS 850 ഉണ്ട്, അഡ്വഞ്ചർ ടൈപ്പ്. ഇതാണോ, ഇത് ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നതാണ്. ഇതൊരു മാരക ഐറ്റമാണ് കേട്ടോ, മാരക മെഷീനാണ്. പിന്നെ 3 ടൺ R പല കളർ വെറൈറ്റീസും ഉണ്ട് ഇവിടെ, ബ്ലാക്ക്, വൈറ്റ്, പിന്നെ പുതിയ മോഡൽ 3 ടൺ R ഉണ്ട്, GS ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ അസംബിൾ ചെയ്തു. ഇനി വന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് പോവാണ്. ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു ഇവിടെ ഒരു 4 വണ്ടിയുണ്ട്, ഇവിടെ 5 ഉണ്ട്, 9 വണ്ടി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് എല്ലാവരും വന്നിട്ട് നമ്മളിവിടെ നേരെ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡിന് പോവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഷോറൂമിൽ അവിടെ നിന്ന് എല്ലാവരുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ കവടിയാർ, നെടുമങ്ങാട് വഴി തെന്മല വഴി നേരെ റോസ്മലയ്ക്കാണ് യാത്ര. കുറച്ച് ലേറ്റായി കേട്ടോ. ആക്ച്വലി 6:15 പോകേണ്ടതാണ്. മണിപ്പം 7 ആയി. 7 സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും നല്ല അടിപൊളി ഒരു റൈഡായിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസും ആയിരിക്കും. അപ്പോൾ നേരെ വിടാം നമുക്ക് റോസ്മലയിലേക്ക് കേട്ടോ. ഒരു രസമാണ് നമ്മുടെ വണ്ടിയെല്ലാം റോഡിൽ കൂടെ ഇങ്ങനെ നിറഞ്ഞു പോകുമ്പോഴേ 10 ആൾക്കാർ നോക്കുമ്പോൾ ഒരു പൊളിയല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലമുക്ക് ജംഗ്ഷൻ എത്തി. സിഗ്നലാണ് നമ്മളിതുണ്ട്. ഇതെല്ലാം BMW റൈഡേഴ്സാണ് കേട്ടോ, കംപ്ലീറ്റ് റൈഡേഴ്സാണ്. എന്തായാലും നല്ല അടിപൊളി റൈഡ് പോയിട്ട് വരാം. കുറേ നാളായി കേട്ടോ ഇങ്ങനെ ഒരു റൈഡ് പോയിട്ട്. അങ്ങനെ ഞങ്ങൾ പാലോട് ജംഗ്ഷൻ എത്തി. നല്ല റോഡാണ് കേട്ടോ, നമ്മുടെ ട്രിവാൻഡ്രം ടു തെന്മല ചെങ്കോട്ട റോഡാണ്. നല്ല അടിപൊളി റോഡാണ്. രാവിലെയൊക്കെ പോകുമ്പോൾ എന്താ പറയുക, ആ ഒരു ക്ലൈമറ്റും നല്ലൊരു ക്ലൈമറ്റാണ് രാവിലെ റൈഡ് ചെയ്യാനായിട്ട്. അതോടൊപ്പം ആ ഒരു സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് തന്നെയാണ് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എടുത്തു പറയേണ്ട ഇവിടുത്തെ റോഡ് തന്നെയാണ് നമ്മുടെ ട്രിവാൻഡ്രം ചെങ്കോട്ട ഹൈവേ ആണ്. നല്ല റോഡാണ്, റൈഡ് ചെയ്യാൻ പറ്റിയ റോഡാണ്. അപ്പം നമ്മളിതാ മടത്തറ കഴിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമാണ് നോക്കിയാൽ രാവിലെ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യാനായിട്ട്. ചെറിയൊരു തണുപ്പുണ്ട്. അതോടൊപ്പം ആ സൂര്യകിരണങ്ങൾ ഇങ്ങനെ മരത്തിലൊക്കെ തട്ടി നല്ല ഗോൾഡൻ ഷവറാണ്. രാവിലെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു കാഴ്ച ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ കേട്ടോ. എനിക്കെപ്പോഴും രാവിലെ റൈഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ആ ഒരു ചെറിയ മഞ്ഞും അതോടൊപ്പം ആ ഒരു സൂര്യൻ്റെ വെളിച്ചമൊക്കെ വന്ന് ഇങ്ങനെ കാണാനും ആ ഒരു മലയോരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തെന്മല എത്താറായി കേട്ടോ. നല്ല രസമാണ് കേട്ടോ രാവിലെ ഇതുവഴിയൊക്കെ റൈഡ് ചെയ്യാൻ. ഇത്ര ഭംഗിയെ നോക്കിയ ആ ഒരു സൂര്യൻ്റെ ഒരു ചെറിയ വെളിച്ചം, 2 സൈഡിൽ മരങ്ങളും ചെറിയൊരു തണുപ്പൊക്കെ കൊണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് രാവിലെയൊക്കെ റൈഡ് ചെയ്യാനായിട്ട് നല്ലൊരു സ്ഥലമാണ് അവിടെ ഈ തെന്മല, ആര്യങ്കാവ്, ചെങ്കോട്ടൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ തെന്മല എത്തി. ഇവിടെയാണ് തെന്മല ഡാം, ഇവിടെ തെന്മല എക്കോ ടൂറിസം ആക്ടിവിറ്റിയൊക്കെ. അതാണ് തെന്മല. റൈറ്റ് സൈഡിലാണ് ഡാം.
നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ ഒരു സ്ഥലത്താണ്, തെന്മലയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തെന്മലയിലാണ് കേട്ടോ. തെന്മലയിൽ ഇതാ ഈ ജിങ്കലക്ക തെന്മല ഫോറസ്റ്റ് എക്കോ, ഇവിടെ നിന്നാണ് എക്കോ റിസോർട്ട്, ഇവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞേക്കുന്നത്. നമ്മൾ തെന്മലയിലൊക്കെ സ്റ്റേ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കാരണം ലക്ഷറി കോട്ടേജസ്, AC ഡോർമെറ്ററീസ്, AC റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. നല്ല പ്രോപ്പർട്ടിയാണ്. കാരണം മുമ്പും ഞാനിവിടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നല്ല റെസ്റ്റോറൻ്റാണ്, അതേപോലെ അത്യാവശ്യം നല്ല സ്റ്റേ ആണ് കേട്ടോ. തെന്മല വന്നാൽ നിൽക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സ്റ്റേ ആണ്. നല്ല വ്യൂ ആണ് ഈ ഒരു തെന്മല, ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കാണാൻ പറ്റുന്ന നല്ല അടിപൊളി മലയോരങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇവിടെയാണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതൊരു വലിയൊരു ഫിഷ് ടാങ്ക് കേട്ടോ. അതിനകത്ത് വലിയൊരു ഫിഷും ഉണ്ട്. അത്യാവശ്യം ഗസ്റ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് എന്തായാലും റെസ്റ്റോറൻറ്റിൽ പോയി ഇവിടെ വന്ന കാര്യം ബ്രേക്ക്ഫാസ്റ്റാണ്. BMW ബ്രേക്ക്ഫാസ്റ്റ് റൈഡാണ്. അപ്പോൾ നമുക്ക് ഒരു കിടുക്കൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് പുറത്ത് കാണുന്നൊരു സ്ഥലമാണ്. നല്ല രസമാണ് കേട്ടോ. നല്ല ആ ഒരു മലയോരമൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. നമുക്ക് റെസ്റ്റോറൻറ്റ് കയറി ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു തെന്മലയിലെ ആ റെസ്റ്റോറൻറ്റ് കേട്ടോ. നല്ല റെസ്റ്റോറൻ്റാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഡൈനിങ് സ്പേസ് ഉള്ള റെസ്റ്റോറൻ്റാണ്. ഒരുപാട് ഫാമിലീസും ഒക്കെ ഉണ്ട്. കളറാണ്. AC റെസ്റ്റോറൻ്റാണ്. അതേപോലെ ഇവിടെ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, പ്ലേ ചെയ്യാനായിരിക്കും. നല്ല വ്യൂ ആണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. നമ്മൾ ഈ കൊടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന പോലത്തെ ഒരു രസമുള്ള റെസ്റ്റോറൻ്റാണ്. അതാണ് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. രസമുണ്ടല്ലേ, നല്ല വ്യൂ ആണ്. എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ. ഇവിടെ സ്റ്റേ ചെയ്യാനും അടിപൊളിയാണ് കേട്ടോ. ചെറിയ ഗെയിംസൊക്കെ കളിക്കാനായിട്ട് എന്തോ ചെറിയ ആക്ടിവിറ്റി സ്പേസ് ഒക്കെ ഉണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തുള്ള ആ ഒരു ഫിഷ് ടാങ്കാണ്. നല്ല വലിയ മീനുകളാണ്. സിലോപ്പി പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ കാഴ്ചയിലൊക്കെ. നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല റെസ്റ്റോറൻറ്റ് കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഇറങ്ങി ഇവിടെയൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. നല്ല രസമാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് നിന്ന് പുറത്തോട്ടൊക്കെ കാണാം. ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഞാനിത് കണ്ടപ്പോൾ പെട്ടെന്ന് മൂന്നാർക്ക് നിൽക്കുന്നൊരു പ്രതീതിയാണ്. കാറ്റാടി മരവും ആ ഒരു പൂക്കളുള്ള ആ ഒരു ചെടിയൊക്കെ കണ്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ആഗ്രഹിച്ചൊരു സാധനം, ഇവിടെ ഒരു സ്വിമ്മിങ് പൂളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായതിനെ. അപ്പം ഞാൻ ജസ്റ്റ് പ്രോപ്പർട്ടി ഒന്ന് കാണിച്ചു തരാം. എന്താണ് ആ ഒരു പ്രോപ്പർട്ടി. അതാണ് റെസ്റ്റോറൻ്റൊക്കെ വരുന്നത്. ഇവിടെ നിന്ന് കാണുന്നൊരു അതിമനോഹരമായൊരു കാഴ്ച. ജസ്റ്റ് അങ്ങോട്ട് നടന്നു നോക്കാം. കൊള്ളാം കേട്ടോ. നല്ല അടിപൊളിയാണ്. നല്ല കാറ്റുമാണ്. ഇവിടെ ഇരിക്കാനൊക്കെ 2 ബെഞ്ച് പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഫ്ലവേഴ്സും. അതോ ഇവിടെ സ്റ്റേ ആണ്, കോട്ടേജ് പോലെ ഇവിടെ സ്റ്റേ ഉണ്ട് കേട്ടോ. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള കോട്ടേജസ് ഉണ്ട് താഴോട്ട് പോകുമ്പോൾ. ഇവിടെ കോട്ടേജ് ഉണ്ട്, താഴെയുണ്ട്. അടിപൊളിയായിരിക്കും കേട്ടോ ഇവിടുത്തെ ഒരു സ്റ്റേ ഒക്കെ. അപ്പോൾ തെന്മല ഈ ഒരു സ്ഥലത്തൊക്കെ സ്റ്റേ നോക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റോസ് മലയൊക്കെ ഇനി കാണാൻ പോവാണ്. അപ്പോൾ തെന്മല വരികയാണെങ്കിൽ താമസിക്കാനും ഭക്ഷണം കഴിക്കാനും നല്ലൊരു സ്ഥലമാണ് ഈ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചാനൽ please do subscribe and hit the bell icon to notification for our next video. This is Travcup. Bye.